പ്രവീൺ ഓൾറെഡി ഋഷികയെ സ്നേഹിച്ചോണ്ടിരിക്കുമ്പോൾ നാട്ടു റോട്ടിൽ വെച്ചിട്ട് സോണൽ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഋഷികയുടെ ഫ്രണ്ട്സ് ഋഷികയെ ആ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അവളും ഇതെല്ലാം കാണുന്നുണ്ട്. ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിലായിരുന്ന ഋഷികയോട് പ്രവീൺ പറയാണ് ഞാൻ സോണലിനോട് യെസ് പറയാനായിട്ട് പോകുന്നു. എന്നിട്ട് പ്രവീൺ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവൻക്കൊരു സംഭവം മനസ്സിലാവുന്നത്. ഈ സോണലും പ്രവീണിനെയും ഋഷികയെയും പിടിക്കാൻ നടക്കുന്ന അവളുടെ കൂട്ടുകാരിയുടെ കൂടെ ഉള്ള പെൺകുട്ടി തന്നെ ആയിരുന്നു. ഇതിൽ ഷോക്കായി പോയ പ്രവീണ് തിരിഞ്ഞ് ഋഷികയെ നോക്കുന്നുണ്ട്. എന്നാൽ ദേഷ്യത്തിൽ അവളും അവന്റെ കരണക്കുട്ടി നോക്കിയിട്ട് ഒരെണ്ണം കൊടുക്കാണ്. ആ ഒരു വഴിക്ക് വന്ന പ്രവീണിന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണനും ഈ ഒരു കാര്യം കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന പ്രവീണ് അവന്റെ അച്ഛൻ ഇതെങ്ങാനും അമ്മനോട് പറഞ്ഞു കൊടുക്കുമെന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയാണ്. എന്നാല് അവന്റെ അച്ഛൻ ഇതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. പക്ഷെ രാവിലെ തന്നെ പ്രവീണിനെ എഴുന്നേൽപ്പിച്ചിട്ട് അച്ഛന്റെ ബൈക്ക് തുടച്ചിടാനായിട്ട് പറയാണ്. വേറെ വഴിയില്ലാതെ അവനും അത് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ലോഡ് വണ്ടി വരുന്നുണ്ടെന്നും അതൊക്കെ ഇറക്കി വെക്കാനായിട്ട് പറയുന്നുണ്ട്. അതും അവൻ ചെയ്യാണ്. അവന്റെ സ്കൂളില് +1 സ്റ്റുഡൻസിനെ എല്ലാവരെയും സ്കൂളിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ടൂർ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ അവന് ചീറ്റ് ചെയ്ത സോണൽ ഉണ്ടല്ലോ, അവളുടെ അടുത്തേക്ക് 3-4 പയ്യന്മാര് ചെന്നിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അത് നല്ല മോശം രീതിയിൽ. ഇങ്ങനെയാണ് ഒരു പെണ്ണിനോട് പെരുമാറേണ്ടതെന്ന് സോണൽ ദേഷ്യത്തോടുകൂടി ചോദിക്കുമ്പോ ആ പയ്യന്മാര് ചോദിക്കാണ്, അപ്പൊ ഇങ്ങനെ ഒരു പെണ്ണ് പയ്യനോട് പെരുമാറിയാൽ കുഴപ്പമൊന്നുമില്ലേ? അപ്പോഴാണ് അവൾ അവിടേക്ക് നോക്കുമ്പോൾ അവിടെ പ്രവീൺ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അവരെ പറഞ്ഞയച്ചത് തന്നെ പ്രവീൺ ആയിരുന്നു. ഇതിനുശേഷം പ്രവീണും അവന്റെ കൂട്ടുകാരും സോണലിനെ ടോർച്ചർ ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സോണൽ ഒരു ഭാഗത്ത് പോയിരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആ വഴി വന്ന കനകയെ ഇവള് കരയുന്നത് കാണുന്നുണ്ട്. കനക സോണലിനോട് കാര്യം എന്താണെന്ന് തിരക്കുമ്പോൾ പ്രവീണും അവന്റെ ഫ്രണ്ട്സും വെറുതെ എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുകയാണെന്ന് അവളും പറയുന്നുണ്ട്. ദേഷ്യം വന്ന കനക അവരുടെ അടുത്തേക്ക് പോയി വഴക്കുണ്ടാക്കുന്ന സമയത്ത് പ്രവീൺ പറയാണ്, ഈ കാര്യം അറിയാതെ വെറുതെ അവളെ സപ്പോർട്ട് ചെയ്യല്ലേ, നിനക്കറിയോ അവൾ എന്താണ് ചെയ്തതെന്ന്? അവളെ എന്ത് ചെയ്താലും ശരി, ഇനി എങ്ങാനും അവളെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ PT സാറിനോട് പറഞ്ഞു കൊടുക്കുന്നത് കനക പറയാണ്. അതുകൊണ്ട് തന്നെ പ്രവീണിന് കനകയോടും ദേഷ്യം വരുന്നുണ്ട്. ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് കനക അവളുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ ഫ്രണ്ട്സിന് കാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്ലാസ്സിൽ വെച്ചിട്ട്. അത് കണ്ടുവന്ന പ്രവീണ് കനകയുടെ അച്ഛന് മൊട്ടത്തലയനാണെന്നും പറഞ്ഞ് അവളെ കളിയാക്കുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും അവളെ കളിയാക്കാണ്. അച്ഛനെ കളിയാക്കിയതുകൊണ്ട് തന്നെ സങ്കടം വന്ന കനക അവിടെ നിന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് സാർ ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. സാർ കനകയോട് എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ പ്രവീണിനെ ഒറ്റ കൊടുക്കാതെ അവള് തലവേദന ആണെന്ന് പറയാണ്. പിറ്റേ ദിവസം ക്ലാസ്സിൽ ഒറ്റയ്ക്കിരിക്കുന്ന കനകയുടെ അടുത്ത് പോയിട്ട് പ്രവീൺ എന്തുകൊണ്ടാണ് ഞാൻ ഒറ്റ കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൾക്കും അതിന്റെ റീസൺ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇനി എന്നോട് നീ മിണ്ടാ വരരുതെന്ന് ദേഷ്യത്തോടുകൂടി പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതിനുശേഷം പ്രവീണ് കനകയെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. അടുത്ത ദിവസം സ്കൂളിലെ കറസ്പോണ്ടന്റ് മരിച്ചു പോയതുകൊണ്ട് തന്നെ അന്ന് ഹാഫ് ഡേ ലീവും പിറ്റേ ദിവസം ഹോളിഡേ ആണെന്നും ടീച്ചർ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് പ്രവീൺ ഒരു പ്ലാൻ ഇടാണ്. അവന്റെ അമ്മയുടെ ബർത്ത്ഡേ ഇന്നാണെന്ന് കനകയോട് അവൻ നുണ പറഞ്ഞിട്ട് വീട്ടിലേക്ക് വരാനും അമ്മ സന്തോഷമായിട്ടിരിക്കുന്നു പറയാണ്. എന്നാൽ കനക നമ്മൾ മാത്രം പോയാൽ നമുക്ക് വലിയ ഹാപ്പി ആവില്ല, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവാന്ന് പറഞ്ഞ് ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് പ്രവീണും കനകയും അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവന്റെ മുന്നിൽ വെച്ച് തന്നെ ബർത്ത്ഡേ ഇല്ലാത്ത അമ്മക്ക് കേക്ക് കട്ട് ചെയ്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സരോജ മകനെ ഒറ്റയ്ക്ക് വിളിച്ചതിന് ശേഷം എടാ ഇന്നെന്റെ ബർത്ത്ഡേ ഒന്നും അല്ലാന്ന് പറയുമ്പോൾ അവൻ പറയാണ്, അപ്പൊ ഒന്നും പറയണ്ട, ഒന്നും ചോദിക്കണ്ട, ഇന്നാണ് നമ്മുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ അവൻ പോവാണ്. കനക ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചു പോവാന്ന് പറയുമ്പോൾ ഓട്ടോയിലേക്ക് കയറുന്നതിന് മുമ്പ് കനക പ്രവീണിനോട് നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവനൊന്നും ഇല്ലാന്നാണ് പറയുന്നത്. ചിരിച്ചോണ്ട് കനക അവിടെ നിന്ന് പോകാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് ഈ ഒരു മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.